കിഴക്കിന്റെ മൂകാംബികയായ ഇടച്ചോറ്റി ശ്രീ സരസ്വതി ദേവി ദിവ്യക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷത്തിനും ശ്രീമദ് ദേവി ഭാഗവത നവാഹ യജ്ഞത്തിനും വിദ്യാരംഭത്തിനും തുടക്കം കുറിച്ചു. നവരാത്രി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം മഹാസഭയ്ക്ക് ട്രസ്റ്റ് സെക്രട്ടറി കെ ബാബു കല്ലുപുറത്ത് സ്വാഗതം ആശംസിച്ചു. ക്ഷേത്രം മുഖ്യ കാര്യദർശി ശ്രീമദ് സരസ്വതി തീർത്ഥപാദ സ്വാമികൾ അധ്യക്ഷത വഹിച്ചു. കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം PR അനുപമ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അതും പ്രത്യേകിച്ച് ഈ ഒരു ദിവസത്തിൽ ഇടച്ചോറ്റിയെ സംബന്ധിച്ച് കിഴക്കിന്റെ മൂകാംബിക എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ. തീർച്ചയായിട്ടും ഈ നാടിന്റെ ഒരു മുഖമായി നിന്ന് പ്രവർത്തിക്കുന്ന ഏറ്റവും ഇവിടെ എത്തിച്ചേരുന്ന ജനങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റ് ഭേദചിന്തകൾക്കപ്പുറത്തേക്ക് പ്രാദേശികമായി എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു ഇടമാണ് ഇടച്ചോറ്റി എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും. ഒരുപക്ഷെ ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികളെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നതിന് കാരണം തന്നെ അതാണ്. അത് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. മറ്റൊന്നും ആരിൽ നിന്നും പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ പ്രതീക്ഷിക്കാതെ ഈ നാടിന് വേണ്ടി, ഈ സമൂഹത്തിന് വേണ്ടി, നന്മ പകരുന്നതിന് വേണ്ടി ഇങ്ങനൊരു ഇടം ഇവിടെ നമുക്ക് ലഭ്യമായി. അതിനെ ഏറ്റവും നന്മയോട് കൂടിയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്നത്തെ ഈ മഹാ ഉദ്ഘാടന സഭയുടെ തലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, നവരാത്രി ആഘോഷമാണ്. നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുമ്പോൾ ഏറ്റവും കാലിക പ്രസക്തമായി അതിനോട് ചേർത്ത് വെച്ച് വായിക്കാൻ കഴിയുക, അല്ലെങ്കിൽ ഈ വർത്തമാന കാലത്തോട് ചേർത്ത് വെച്ച് അതിൻ്റെ ഐതിഹ്യത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. ഭാഗവത തംസം അഡ്വക്കേറ്റ് TR രാമനാഥൻ വടക്കൻ പറവൂർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ശ്രീനാരായണ ഗുരു പ്രഭാഷണത്തിലൂടെ നാടിന് അഭിമാനമായി മാറിയ ഡോക്ടർ ഗീത അനിയനെയും വനമിത്ര അവാർഡ് ജേതാവ് സുനിൽ സുരേന്ദ്രനെയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സാജൻ കുന്നത്ത് അനുമോദിച്ചു. സമ്മേളനത്തിൽ പാർത്തോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശികുമാർ, പാർത്തോട് ഗ്രാമപഞ്ചായത്ത് അംഗം സോഫി ജോസഫ്, വിജയമ്മ വിജയലാൽ, സുധാകരൻ ആലഞ്ചേരി, ചന്ദ്രബാബു CD തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് 7-ന് ധ്വജാരോഹണവും നടന്നു. സെപ്റ്റംബർ 29 വൈകിട്ട് 4 മണിക്ക് കുമാരി പൂജയും 6-ന് പൂജ വെപ്പും നടക്കും. ഒക്ടോബർ 2 രാവിലെ 5-ന് ഗണപതി ഹോമവും തുടർന്ന് പൂജയെടുപ്പും വിദ്യാരംഭവും നടക്കും. ശ്രീമദ് സരസ്വതി തീർത്ഥപാദ സ്വാമികൾ, ബ്രഹ്മശ്രീ മനോജ് ശാസ്ത്രികൾ, ഡോക്ടർ ഗീത അനിയൻ, AK സുധാകരൻ തുടങ്ങിയവർ വിദ്യാരംഭത്തിന് നേതൃത്വം നൽകും. തുടർന്ന് ചാക്യാർകൂത്ത്, സംഗീതാമൃതം ഉച്ചയ്ക്ക് 1 മണിക്ക്, മഹാപ്രസാദമൂട്ട് എന്നിവയും നടക്കും. ഫെസ്റ്റൂൺ ന്യൂസ്, കാഞ്ഞിരപ്പള്ളി.